അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ അംബാസഡറിന് നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റിയ LED ലൈറ്റ്സിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ വണ്ടിയുടെ വീഡിയോ ചെയ്തപ്പം എനിക്ക് ഒരുപാട് പേര് എൻക്വയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻ്റായിട്ടും അല്ലാതെ മെസ്സേജായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. LED ലൈറ്റ്സ് നല്ല ഭംഗിയുണ്ടല്ലോ, അപ്പോൾ അത് ഏതാണ് ബ്രാൻഡ്, അതിൻ്റെ ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം. അപ്പം ഇതാണ് ഞാൻ മേടിച്ച ബ്രാൻഡ്, ഓസ്വിൻ ഗോൾഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ബ്രാൻഡ് തന്നെ വേണമെന്നില്ല. ഇത് ആക്ച്വലി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്ന ഇതാണ് 7 ഇഞ്ച് മോട്ടോർ സൈക്കിൾ LED ഹെഡ്ലൈറ്റ്. അതായത് നമ്മുടെ ബുള്ളറ്റിനൊക്കെ വരുന്ന ഏകദേശം അതേ സ്പെക്ക് തന്നെയാണ്. അത് അംബാസഡറിന് ഡയറക്റ്റ് ഫിറ്റായിരിക്കും എന്നാണ് നമ്മുടെ ഒരു ധാരണ. അപ്പം പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ പോകുമ്പം പഴയ ഇതുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഈ ബുള്ളറ്റിൻ്റെ ആക്സസറീസ് കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ കടകളിലും ഈ ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ബ്രാൻഡ് തന്നെ വേണമെന്നില്ല, ഞാൻ ഉപയോഗിക്കുന്ന എടുത്ത ബ്രാൻഡ് ഇതാണ്. എന്നോട് കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഓസ്വിൻ ഗോൾഡ് എന്നാണ് എൻ്റെ പേര്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇവരുടെ തന്നെ ഇത്രയും മോഡൽസ് വരുന്നുണ്ട്, പലതരം ഡിസൈൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഏതെടുത്താലും ഭംഗി തന്നെയായിരിക്കും. പിന്നെ ഞാൻ ചെയ്തേക്കുന്ന നമ്മളെടുത്തേക്കുന്ന ഈ ഡിസൈനാണ്. ഇതാണ് നമ്മൾ ചെയ്തേക്കുന്ന ഡിസൈൻ. എല്ലാ ഡിസൈൻസും നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് മാറ്റിക്കഴിഞ്ഞാൽ വെളിച്ചം എങ്ങനെയാണ്, വെളിച്ചം കുറയുമോ, അങ്ങനെ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ഒരുപാട് അങ്ങനെ ലോങ് ഒന്നും ഓടിക്കാറില്ല, പിന്നെ ഈ മഞ്ഞുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ട് അതൊരു വ്യക്തമായിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ യൂഷ്വൽ യെല്ലോ ലൈറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെളിച്ചം അല്പം കുറവായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഒരു നോമിനൽ യൂസ്, അതായത് ചെറിയ ഡ്രൈവും ഷോർട്ട് ഡിസ്റ്റൻസിനൊക്കെ എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല ലൈറ്റ് ഇട്ടപ്പം. പിന്നെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് മഴ പെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ഒബ്വിയസ്ലി നമുക്ക് യെല്ലോ ലൈറ്റ്സിൻ്റെ അത്രയും ഹാലജൻ ലൈറ്റ്സിൻ്റെ അത്രയും ഒരു വിസിബിലിറ്റി കിട്ടില്ലായിരിക്കും. പക്ഷെ എന്നാൽ പോലും എനിക്ക് പേഴ്സണലി അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നമ്മളടുത്ത ഡിസൈൻ ഈ ഡിസൈനാണ്. ഓക്കെ, ഇതാണ് എൻ്റെ പാറ്റേൺ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇനിയൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം, ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യെല്ലോ ഹാലജൻ ലൈറ്റ്സിനെ അപേക്ഷിച്ച് LEDസിനും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിക്ക് കുറച്ചുകൂടെ ലൈഫ് കിട്ടുമെന്ന് പറയാറുണ്ട്. അതൊരു പരിധിവരെ ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്താ പറയാനുള്ളത്? വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം അല്ലെങ്കിൽ ഈർപ്പം അകത്തേക്ക് കയറാൻ പോക്കുക, അത് കയറി കഴിഞ്ഞാൽ LEDs പെട്ടെന്ന് കേടാവാൻ ഉള്ള സാധ്യത കൂടുതലാണ്. അത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി നമുക്ക് ഈ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ.